രുചികരമായ കുഴക്കട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: 2 കപ്പ് അരിപ്പൊടി, പച്ചരി പൊടിച്ചതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് തരിതരിയായിട്ടുള്ള അരിപ്പൊടി ആയിരിക്കണം, നന്നായി മൂപ്പിച്ച് വറുത്തതായിരിക്കണം അരിപ്പൊടി. അങ്ങനത്തെ 2 കപ്പ് അരിപ്പൊടി. 1 കപ്പ് തേങ്ങ, 1/2 ഇഞ്ച് ഇഞ്ചി നുറുക്കിയത്. ഇത് ചെറിയ ചുവന്നുള്ളിയാണ്, ഇത് ഇവിടുത്തെ ചെറിയ ചുവന്നുള്ളിയാണ്. നാട്ടിലാണെങ്കിൽ ഒരു 3-4 ചുവന്നുള്ളി വേണം. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, ഒരു 3 പച്ചമുളക്, അത് എരിവിനനുസരിച്ചിട്ട്. പിന്നെ കറിവേപ്പില, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കുഴക്കട്ടേൻ്റെ അരപ്പ് താളിക്കാൻ ആവശ്യമായ സാധനങ്ങൾ: കടുക് 1/2 ടീസ്പൂണ്, ഒരു 3 വറ്റൽമുളക്, 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ആദ്യമായിട്ട് നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 2 കപ്പ് അരിപ്പൊടീനെ നല്ല തിളച്ച ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കണം. ഏകദേശം 4 കപ്പ് വെള്ളം കുറഞ്ഞത് ഇതിന് ആവശ്യമായിട്ട് വരും. അത് നന്നായി തിളപ്പിച്ച് ഉപ്പിട്ട് തിളപ്പിച്ച് അതിലേക്ക് ഈ പൊടി ഇട്ടിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. തേങ്ങ ചേർക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു പിടി തേങ്ങയും കൂടി ചേർക്കാം. 4 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് തിളപ്പിക്കും. നന്നായി തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നന്നായി തിളക്കുന്നുണ്ട്. അതിലേക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തീ സിമ്മാക്കിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി അതിലേക്ക് ചേർക്കാം. ഇത് 4 കപ്പ് വെള്ളത്തിലാണ് ഇപ്പോൾ ഞാൻ കുഴച്ചെടുക്കുന്നത്. 2 കപ്പ് പൊടിക്ക് 4 കപ്പ് വെള്ളം, അതാണ് കണക്ക്. ഇപ്പോൾ നമ്മൾ നന്നായി കുഴച്ച് എടുത്ത ശേഷം നമ്മൾ തീ ഓഫാക്കുക. എന്നിട്ട് ഇനി ഇത് നന്നായി തണിയാൻ വെക്കുക. തണിഞ്ഞാലേ നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പം ഞാൻ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് നല്ല ചൂടാണ്, അപ്പോൾ എനിക്ക് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതിലിട്ട് നമ്മൾ നന്നായി കൈ കൊണ്ട് കുഴച്ചെടുക്കണം. ഇതിപ്പം ശരിക്കിപ്പോഴും ചൂട് മാറിയിട്ടില്ല. നിങ്ങളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ കൈമലാക്കിയിട്ട് ഇതാക്കാം. തണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പം നമുക്ക് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഉരുട്ടി പുഴുങ്ങിയെടുക്കണം ആവിയിൽ. അപ്പോൾ അതിന് ഇഡ്ഡലി ചെമ്പ് വെച്ച് അതിലാവശ്യമായ വെള്ളം ഒഴിച്ച് നമ്മുടെ ഇതുപോലുള്ള അരിപ്പുള്ള അടയും ഇതൊക്കെ ഇടുന്ന അരിപ്പ പോലുള്ള തട്ടെടുത്ത് വെച്ചിട്ട് തീ ഓൺ ചെയ്ത് സിമ്മാക്കി വെച്ചിട്ട് ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് വെക്കും. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണ്ടിക്കുക, നിങ്ങൾക്ക് നീളത്തിൽ വേണ്ടിക്കുക നീളത്തിലാക്കിയിട്ട് 4 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഉണ്ടാക്കാം. പുഴുങ്ങിയെടുത്ത ശേഷം 4 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടും എടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ചെറിയ ഉരുളകളാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതൊരു 15 മിനിറ്റ് ആവിയിൽ പുഴുങ്ങിയെടുക്കുക. ഇനി നമുക്ക് കൊഴുക്കട്ടയിൽ ചേർക്കേണ്ട അരപ്പുണ്ടാക്കിയെടുക്കാം. നമ്മളെടുത്ത് വെച്ചിരുന്ന ചെറിയുള്ളി, ഇഞ്ചി, ജീരകം, പച്ചമുളക്, തേങ്ങ, പിന്നെ കറിവേപ്പില, ഇതൊക്കെ ഞാനിതിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിൽ. പിന്നെ അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾ, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം മിക്സിയിൽ. ഇപ്പോൾ നമ്മുടെ തേങ്ങ ചതച്ചത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കുഴക്കട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കുഴക്കട്ട തുറന്ന് നോക്കാം. നമ്മുടെ കുഴക്കട്ട നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണിയാൻ വെക്കണം. ഇതൊന്ന് തണിഞ്ഞ ശേഷം മാത്രമാണ് നമുക്ക് വറുത്തിടേണ്ടത്. ഒരു ഫ്രൈങ് പാൻ എടുത്തിട്ട് ഇതിലേക്ക് ഇത് ചൂടായ ശേഷം നമ്മൾ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക.
എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 വറ്റൽമുളക് നടുവ് പൊട്ടിച്ച് കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വറ്റൽമുളക് ഇട്ടേക്ക് കറിവേപ്പില. ഇനി തീ സിമ്മിൽ വെച്ചതിന് ശേഷം നമ്മൾ അരപ്പ് ഇതിലേക്ക് ചേർക്കാം. അരപ്പിട്ട ശേഷം നമ്മളൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഈ അരപ്പിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അരപ്പിൻ്റെ പച്ച മണം മാറുന്ന വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആ ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായി വഴന്നൊരു സ്മെല്ല് വരും. അത് വന്നു കഴിഞ്ഞാൽ നമ്മളതിലേക്ക് നമ്മൾ തടിഞ്ഞ കൊഴുക്കട്ട കുറച്ച് കുറച്ചായിട്ട് അതും കുറച്ച് ചേർത്ത് അവിടെ നന്നായി അരപ്പിൽ പൊടിക്കുക. ബാക്കി നന്നായി നമ്മൾ ഈ തേങ്ങയുടെ അരപ്പിലേക്ക് മിക്സാക്കി വെക്കുക. എല്ലാ കൊഴുക്കട്ടേൻ്റെ മുകളിൽ ഈ അരപ്പ് വരുന്ന രീതിയിൽ നന്നായി ഇളക്കി വെച്ചെടുക്കുക. ഇപ്പോൾ നമ്മളെല്ലാ കൊഴുക്കട്ടേൻ്റെ മേലെയും ആ തേങ്ങേൻ്റെ അരപ്പ് നല്ലോണമായിട്ടുണ്ട്. ഇനി നമ്മളിതൊരു മിനിറ്റ് ഇതിൽ ഒന്ന് ചൂടാൻ വെക്കുക. അതിനുശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിപ്പോൾ 1 മിനിറ്റായി. നമുക്ക് ഗ്യാസ് ഓഫാക്കാം.